ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പമാ. എന്തു പറ്റി? നമ്മുടെ പ്രോഡക്ട്സ് ഒന്നും വിറ്റ് പോയിട്ടില്ല. പല ആളുകളും അത് തിരിച്ചെടുക്കണമെന്നാ പറയുന്നത്. ഹരി, ഒന്ന് നീങ്ങ വന്നേ. ഹരിയേ, അതെ എന്താ ആന്റി? മോനെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു ദാമ്പത്യ ജീവിതമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. നിത്യ ഒരു കാര്യം പറഞ്ഞപ്പോ അത് ചോദ്യം ചെയ്യാൻ വന്നതായിട്ട് ഹരിക്ക് തോന്നണ്ട. മോൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല ആന്റി. ഉണ്ട്. അല്ലാതെ നീ ഇങ്ങനൊന്നും പെരുമാറൂല. ആഹാ, ഇത്രയും നേരം ഞാൻ ഇവിടുത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എടാ, സത്യത്തിൽ എന്ത് പറ്റി നിനക്ക്? ഹരി, എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുപറ്റി. ഞാൻ ഹരിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണല്ലോ. അയ്യോ പാവം അല്ലേ മോനെ, നിത്യയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി അവൾക്കൊരു പൊള്ളലേൽക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആന്റി, നിത്യ അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആരോടും ഒരിക്കലും ഞാൻ പിണങ്ങിയില്ല. ഈ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പമാ. എന്തു പറ്റി? നമ്മുടെ പ്രോഡക്ട്സ് ഒന്നും വിറ്റ് പോയിട്ടില്ല. പല ആളുകളും അത് തിരിച്ചെടുക്കണമെന്നാ പറയുന്നത്. അല്ല, നമ്മള് നല്ല നാടൻ സാധനങ്ങളല്ലേ കൊടുത്തത്? പലർക്കും അതിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റിയില്ലേ? ആന്റി, ആളുകളുടെ ആദ്യത്തെ താല്പര്യം വില കുറവാ. പക്ഷെ നമ്മുടെ പ്രോഡക്ട്സിനാണെങ്കിൽ വില കൂടുതലുവാ. ഉത്തരയോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോ എല്ലാം ശരിയാവുന്ന അയാൾ പറയുന്നത്. എനിക്കെന്തോ നല്ല ടെൻഷനുണ്ട്. എടാ, ഒരു കാര്യം തുടങ്ങുമ്പോഴേ പെട്ടെന്ന് തന്നെ ഒരു ഫലം ഉണ്ടാവണമെന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചുറ്റുപാടോട്ട് പൊരുത്തപ്പെട്ട് വരണ്ടേ? അതിന് നീ ഇങ്ങനെ തളർന്നാല? അമ്മാവ, ഇത് നമ്മുടെ മാത്രം കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ പ്രതീക്ഷയല്ലേ. ഓ, എല്ലാം കൂടി ആലോചിച്ചപ്പോ ഹരി ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടായാല് അത് ഞങ്ങൾ എല്ലാവരോടും തുറന്ന് പറയാന്നുള്ളതാ. നമുക്കിടയിൽ എന്തിനാ അങ്ങനത്തെ രഹസ്യങ്ങളൊക്കെ? ഹരി തോൽക്കാനൊന്നും പോകുന്നില്ല. എല്ലാം നന്നായിട്ട് നടക്കും. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ മോനെ. ഈ പ്രോഡക്ട്സിന്റെ കാര്യത്തിലായാലും ആളുകള് നല്ലത് കഴിക്കണമെന്നല്ലേ നമ്മൾ ആലോചിച്ചുള്ളൂ. മോനെ, ഇപ്പൊ ഒരു മോശം റിസൾട്ട് വന്നു. പക്ഷേ നാളെ നല്ലത് സംഭവിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാം. മോളെ, നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് അമ്പലത്തിൽ പോണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കി ഈശ്വരൻ അനുഗ്രഹിക്കും. ഒന്ന് കൂളാവ് ഹരി. എന്തു നേടാനുള്ള ചങ്കൂറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയാലോ? ഞാൻ എന്റെ കെട്ടിയവനെ കുറിച്ച് അതിഭയങ്കരമായ പ്രതീക്ഷയില. അതൊന്നും തകർത്ത് കളയരുത്. ഇപ്പൊ ഓക്കെ ആയി.
വാ, നമുക്ക് അവിടെ പോയി കുറച്ചേരം ഇരിക്കാം. ഹരി, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല. പക്ഷേ ഹരി തളർന്നു പോകരുത്. വല്ലാത്തൊരവസ്ഥയായി പോയിടോ. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ എത്ര നല്ല സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ ഇരുന്നു. യാഥാർത്ഥ്യം അതിഭീകരമാ. ഇതിലും വലിയ തകർച്ചയിൽ നിന്നും എത്രയോ ആളുകൾ കരകയറിയിട്ടുണ്ട്. എന്തിന്? നമ്മൾ രണ്ടുപേരും അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അന്ന് നമ്മളിൽ ആരെങ്കിലും വിചാരിച്ചോ ഇതുപോലെയൊക്കെ ആവുമെന്ന്, ഒന്നിച്ച് ജീവിക്കുമെന്ന്? ഇത് അതുപോലെയാണോ? എത്ര ആളുകളോടാണ് മറുപടി പറയേണ്ടത്? എന്തൊക്കെ ബാധ്യതകളാണ് നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത്? തല കുനിച്ചു നിന്നാലേ തലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു കയറും. തല നിവർത്തി പിടിച്ചാല് അതങ്ങ് തീരും. താൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹരി തളർന്നിരിക്കുമ്പോ ഹരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. എന്റെ കൈയും കാലും അനങ്ങില്ല. പിന്നെ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരെയും നേരിട്ട് കാണണം, കാര്യങ്ങൾ പറയണം. ഭാർഗവൻ സാറിന്റെ വീട്ടിൽ പോണം. അവിടെ ഇന്ന് എല്ലാവരും എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പോകണ്ടെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അവര് നമ്മുടെ കുടുംബമല്ലേ. കുടുംബക്കാരിൽ നിന്ന് എന്തിനാ വിളിക്കുന്നേ? ഈ നടയിൽ വെച്ചാ നമ്മളന്ന് വിളക്കെടുത്തത്. അതൊന്ന് അണഞ്ഞു. അവിടെ വെച്ച് ഇതൊക്കെ അങ്ങ് നിർത്താൻ നമുക്ക് തോന്നിയിരുന്നെങ്കില്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അന്നത്തെ പരിഹാര പൂജ അതിനെയൊക്കെ മറികടക്കുന്നു നമ്മൾ വിശ്വസിച്ചു. പേടിക്കണ്ട, പൂർണ്ണമായി ഒരിക്കലും നമ്മൾ തോൽക്കില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒന്നിച്ചല്ല ഉണ്ടാവേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും മോശം സമയം വരുമ്പോ അതുവരെ ഉണ്ടായ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ആലോചിച്ചെടുക്കണമെന്ന് പറയും. അതുകൊണ്ടായിരിക്കും തന്നെ കണ്ടതും സ്വന്തമാക്കിയതും ഒക്കെ. എന്ന് ശരി, അത് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. നമുക്ക് ഭാർഗവൻ സാറിന്റെ വീട്ടിലേക്ക് പോവാം. വാ. ഹരി, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്.